ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് നമ്മളൊരു മീൻ ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്യാണ്. കൂട്ടത്തിലൊരു അൺബോക്സിങ് വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു 1.25 കിലോ ഉള്ള കറുത്ത ആഗോലിയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോയിൽ മേലെ ഉണ്ട് കേട്ടോ. 1.25 കിലോളം ഉണ്ട്. ഇത് ഫുള്ളായിട്ടാണ് നമ്മളിന്ന് ഗ്രില്ല് ചെയ്യുന്നത്. കഷ്ണങ്ങളൊന്നും ആക്കുന്നില്ല. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പച്ചമസാലയാണ് ബാക്കിയുള്ളത് വേണ്ടത്. പച്ചമുളക്, കരിവേപ്പില, കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ, ഇഞ്ചി, വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് കായവും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മീനിലേക്ക് തേച്ച് കൊടുക്കേണ്ടതാണ്. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് നാരങ്ങ പകുതിയോളം പിഴിഞ്ഞു കൊടുക്കാം. ചെറുനാരങ്ങ 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മീനൊന്ന് വരഞ്ഞെടുക്കേണ്ടതുണ്ട്. മീനൊന്ന് നമുക്ക് വരഞ്ഞെടുക്കാം. ഞാൻ ഇതിൻ്റെ തോലൊന്നും ചെത്താതെ ആട്ടോ എടുത്തിരിക്കുന്നത്. കാരണം ഗ്രില്ല് ചെയ്യാനുള്ളത് കൊണ്ട് തോല് ചെത്താതെയാണ് നമ്മൾ ഈ മീൻ എടുത്തിരിക്കുന്നത്. ഇത് വെട്ടുകത്തി ആയത് കാരണം വരയാനിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് വേറൊരു കത്തി എടുക്കാം. തോലുള്ളത് കൊണ്ട് ഇത്തിരി കട്ടിയുണ്ട് മീൻ. എല്ലാം നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് നമുക്ക് വരഞ്ഞെടുക്കാം. മസാല നന്നായിട്ട് പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആഴത്തിൽ നമുക്ക് വരഞ്ഞ് വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള ആ പകുതി ചെറുനാരങ്ങ നമുക്കിതിലേക്കൊന്ന് പുരട്ടി കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് പുളി പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും ചെറുനാരങ്ങ പുരട്ടിയ ശേഷം നമുക്ക് മസാല പുരട്ടി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് മസാല പുരട്ടി കൊടുക്കാം. മസാല ആദ്യം തന്നെ മീനിൻ്റെ ഉൾഭാഗത്തൊക്കെ പുരട്ടി കൊടുക്കുക. നന്നായിട്ട് മസാല ഉള്ളിലേക്കൊക്കെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. വരഞ്ഞു വച്ചിരിക്കുന്നതിലൊക്കെ നന്നായിട്ട് മസാല നന്നായിട്ട് പിടിക്കട്ടെ. നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ എപ്പോഴും എണ്ണയൊന്നും അധികം ചേർക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മസാല ശരിക്കായിട്ട് വെന്ത് കയറി പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മസാല പുരട്ടി നമുക്ക് 1 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കേണ്ടതുണ്ട്. ഒട്ടും എണ്ണ ചേർക്കാതെയാണല്ലോ നമ്മളിത് ഗ്രില്ല് ചെയ്ത് എടുക്കുന്നത്. ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയുള്ളൂ എണ്ണ. അപ്പോൾ 1 മണിക്കൂറോളം ഇത് റെസ്റ്റിന് ഇരിക്കട്ടെ. നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം. നല്ലപോലെ പൊതിഞ്ഞെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് അൺബോക്സിങ് വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് കുക്കിംഗ് വിത്ത് അൺബോക്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു ഐറ്റം പരിചയപ്പെടുത്താൻ നോക്കൂ. നമ്മൾ സാധാരണഗതിയിൽ കുക്കിംഗ് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൽക്കരിയൊക്കെ ഇട്ടിട്ടാണ് ഗ്രില്ലിംഗ് ചെയ്യാറ് സാധാരണ. നമുക്കൊരു ഇലക്ട്രിക് ഐറ്റം ഉണ്ട്, അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ നോക്കും. തെഫാലിൻ്റെ. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 249 ആണ്. എനിക്ക് ഓഫറിൽ 169 കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിൽ ഗ്രില്ല് ചെയ്യാമെന്ന്. നമ്മൾ മീൻ നേരത്തെ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഐറ്റം കൂടി ഒന്ന് പരിചയപ്പെടാം.
ടെഫാലിൻ്റെ പ്രോഡക്റ്റാണ്. ഞാനിത് അൺബോക്സ് ചെയ്തു. കണ്ടോ, ആദ്യം നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാനൊരു ലിഡ് ഉണ്ട്. അതിനുശേഷം ഗ്രില്ല് ചെയ്യുന്നൊരു കണ്ടോ ഫ്രൈ പാൻ പോലത്തെ ഒരു സംഭവമുണ്ട്. നമുക്ക് ഇവിടെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവം വെക്കേണ്ടത്. എക്സിസ്റ്റ് ആയിട്ട് വരുന്ന ഓയിൽ ഈ പ്ലേറ്റിലേക്ക് വന്ന് വീണോളും. കണ്ടോ, ആ ഒരു പ്ലേറ്റിൽ ചെറിയ ഹോളുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിക്കലാണിത്. അതുകൊണ്ട് ഇതിൽ തന്നെ ഈ അഡാപ്റ്ററിൽ തന്നെ ഇതിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാനുള്ള അതിൻ്റെ ഒരു മീറ്ററും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മൾ എന്താണോ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് ലിഡ് വെച്ച് അടച്ചു മൂടി വെക്കാം. ഇപ്പോൾ ഞാനിത് ഓൺ ചെയ്തു. കണ്ടോ, റെഡ് ലൈറ്റ് കത്തി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചൂടൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു 3 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വരട്ടെ. അത്യാവശ്യം പെട്ടെന്ന് തന്നെ വേഗം ചൂടായി വന്നിട്ടുണ്ട്. 3 എന്ന് ഉദ്ദേശിക്കുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അതിനുശേഷം നമ്മൾ എന്താണോ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്കിതിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ വലിയ മീനുണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കാം. അടച്ചു മൂടി ഒരു 5-10 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. മുരിഞ്ഞു വരുന്ന ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇനി നമുക്കൊന്ന് ലിഡ് തുറന്ന് നോക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഞാനൊരു ഗ്ലൗസൊക്കെ ഇട്ട്, കാരണം ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചൂട് കയ്യിലേക്ക് അടിച്ചാലോ എന്ന് ഓർത്തിട്ട്. കാരണം ഇത് വലിയ മീനായതുകൊണ്ട് മറിച്ചിടുമ്പോൾ കുറച്ചൊന്ന് റിസ്ക് ഉണ്ട്, ഒടിഞ്ഞു പോകരുതല്ലോ. കണ്ടോ, നല്ല പോലെ ഈ ഭാഗം മൊത്തം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് മറുഭാഗവും കൂടി നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. 2 ഭാഗവും മറിച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തു. ഇനി കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. വീണ്ടും നമുക്ക് അടച്ചു മൂടി വെച്ച് ഒരു 5-10 മിനിറ്റോളം ഗ്രില്ല് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒന്ന് മറിച്ചിടാം. 1-2 വട്ടം നമ്മളിങ്ങനെ തിരിച്ചു മറിച്ച് ഇടേണ്ടതുണ്ട്. ചിക്കനൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ ഉടഞ്ഞു പോവില്ലല്ലോ. മീൻ വേവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പെട്ടെന്ന് ഉടഞ്ഞ് വീണ് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ മറിച്ചിടുമ്പോൾ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് വേണം മറിച്ചിടാനായിട്ട്. രണ്ട് തവിയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഞാൻ മറിച്ചിട്ടേക്കുന്നത്. 2 ഭാഗവും നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തക്കാളി നമുക്കൊന്ന് മുറിച്ചിട്ട് വെച്ച് കൊടുക്കാം. തക്കാളിയുടെ നീരൊക്കെ ഒന്ന് വാടി ചേർന്ന് അതിലേക്ക് പിടിക്കട്ടെ. പച്ചമുളകും തക്കാളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടി. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല പോലെ ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. മാംസമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ശരിക്കും നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ പാകത്തിന് മാംസം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ മീൻ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് 2 സൈഡിലേക്കുമുള്ള ഭാഗത്ത് കുറച്ചൊന്ന് ഗ്രിൽഡായിട്ട് വരാനായിട്ട്, ഒന്ന് മൊരിഞ്ഞ് വരാനായിട്ട് കുറച്ച് പാടുണ്ട്. വെന്തിട്ടുണ്ട്, മാംസം വെന്തിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗങ്ങളിൽ കുറച്ചൊന്ന് മൊരിഞ്ഞ് വന്നിട്ടില്ല. കാരണം ഭയങ്കര കട്ടിയുണ്ട് ഈ മീൻ, വലിയ മീനല്ലേ, അതുകൊണ്ടാണ്. ആ സമയം നമ്മൾ സ്ലൈസായിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. അതാണ് കുറച്ചുകൂടെ നല്ലതും, സ്ലൈസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഗ്രില്ല് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.